ഹലോ, എല്ലാവർക്കും സുസൈൻ മീഡിയത്തെ പുതിയൊരു വ്ളോഗൊക്കെ സ്വാഗതം. ഞങ്ങിപ്പോൾ ഉള്ളത് അജ്മീറിലാണ്. അജ്മീറിൽ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയതുപോലെ ഡൈദിൻ ക ചോപ്ര, അതായത് ജിന്നിന് പല്ലി ചുള്ളെങ്കിൽ ആ ഒരു പല്ലിയിൽ നിന്നിട്ടാണ് ഞങ്ങിപ്പോൾ എന്തായിട്ടുള്ളത് വന്നുകൊണ്ടുള്ളത്. അതേപോലെ ഉണ്ട് ഞങ്ങൾ പോകേണ്ടത് അജ്മീറിലെ പ്രധാനപ്പെട്ട ഒരു ജാഗയാണ്. അതായത് ബഹുമാനപ്പെട്ട അജ്മീർ ഹോജവറുകൾ തൻ്റെ ഇബാദത്ത് എടുക്കുകയായിട്ട് ചൂസാക്കിയത് ഒരു പ്ലേസ് ആണ്, ഒരു ഗുഹയാണ്. ആ ഗുഹയിലാണ് ബഹുമാനപ്പെട്ടവർ എന്താക്കിയത് ജീവിച്ചത്. അപ്പൊ ആ ഒരു ഇബാദത്ത് എടുക്കുകയായിട്ട് തിരഞ്ഞെടുക്കുന്നത് ആ ഒരു ജാഗ കാണാൻ ഞങ്ങൾ ഇപ്പൊ എന്താക്കുന്നത് പോയോണ്ടുള്ളത്. ഈ ഒരു റോഡ് ചുള്ളത് ഡൈദിൻ ക ചോപ്ര ചുള്ളത്, അതായത് ജിന്നപ്പള്ളിക്ക് ബണ്ടെങ്കിൽ ആ ഒരു റോഡാണ്. ഇതേ റോഡിൽ പോയെങ്കിൽ എന്താവും ആ അജ്മീർക്ക് പത്തിറങ്ങിയത് ആ മെയിൻ കവാട നിങ്ങൾക്ക് എന്തോ കാണാൻ സാധ്യതയുണ്ടോ. ആ ഒരു കവാടത്തിൽ നിന്നിട്ട് ഈ റോഡ് മീറ്റർ 500 മീറ്ററേ ഉള്ളേ ഞങ്ങൾ ഈ ജിന്നപ്പള്ളിക്ക് ഉള്ളത്. ഏതായാലും ഇനി പ്രങ്ങ പോകണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട നേർച്ച വന്നപ്പോൾ ചില്ല ഷെരീഫ് കാണാൻ പോയോണ്ടുള്ളത്. അപ്പോൾ ഈ ഒരു പോണ്ട സന്ദർഭത്തിൽ ഞങ്ങൾ ബഹുമാനപ്പെട്ട അജ്മീർ ഹോജവർ ഒരു ജീവിത ചരിത്രം ഞങ്ങൾ എന്താക്കാത്തിൽ കേട്ടിട്ട് പോയി. അതായത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അജ്മീർ മൈൻ ഫസ്റ്റ് ഇട്ട വീഡിയോയിലാണ് ചരിത്രം ചൊന്നിട്ടുന്നത്. ഏതായാലും അതിന്റെ ബാക്കിയാണ് ഞാൻ എന്താക്കുന്നത് ചൊല്ലോ പോണ്ടത്. അതായത് ബഹുമാനപ്പെട്ടവർ ചെന്നതുപോലെ ബഹുമാനപ്പെട്ടവർ ഏകദേശം ഒരു 11 വർഷക്കര സന്ദർഭത്തിലാണ് ബഹുമാനപ്പെട്ടവരെ ബാപ്പ അവിടുത്തെ വഫാത്തായി പോണ്ടത്. അങ്ങനെ ബാപ്പ വഫാത്തായാൽ പിന്നെ നെക്സ്റ്റ് വർഷമേ 6 വഫാത്താവോടും ബഹുമാനപ്പെട്ടവരെ ഉമ്മം കൂടി അവിടെ വഫാത്താവോടും. അങ്ങനെ ഈ വഫാത്തായ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ടവരെ കിട്ടുന്നത് എന്താണ് അനന്തര സ്വത്തായിട്ട് കിട്ടുന്നത് ഒരു അമ്മിക്കല്ലും അതേപോലെ പിന്നൊന്നും ആസുങ്കല്ലും അതേപോലെ പിന്നൊന്നും ഒരു മുന്തിരിത്തോട്ടാണ്. ഈ ആസുകല്ലും ചെന്നെങ്കിൽ ഞങ്ങൾ ഗ്രൈൻഡർ പോലത്തെ ഒരു സാധനമാണ്. അത് പണ്ട് കാലഘട്ടത്തിൽ ഈ ആൾക്കാർ അരിപ്പൊടിപ്പാട്ടവും എന്താക്കിയാണ് വന്ന് കൊടുത്തു എന്നാറ്. അപ്പൊ അരിപ്പൊടി പൊടിച്ചിട്ട് കൊടുത്തെങ്കിൽ അതിൽ നിന്ന് പൈസ ആറ് കിട്ടിയുണ്ട്, ഈ ഒരു അമ്മിക്കല്ലിന് ആൾക്കാർ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ബഹുമാന ഹോജ അവർക്ക് കിട്ടേണ്ടിയത്. അതുപോലെ പിന്നെ ഇന്നത് മുന്തിരിത്തോട്ടാണ്. അങ്ങനെ ഈ ഒരു മുന്തിരി തോട്ടത്തിൽ ഇക്കട സന്ദർഭത്തിൽ ഏകദേശം ബഹുമാനപ്പെട്ടവർക്ക് ഒരു 14 വർഷം ഇക്കട സന്ദർഭത്തിലാണ് ഈ ഒരു മുന്തിരി തോട്ടക്ക് അവിടെ ഇബ്രാഹിം ചൊല്ലവർ ആളവർ സൂഫി വരെയാനായ ഒരു ഫക്കീറായ ഒരു മനുഷ്യൻ ആ ഒരു ബഹുമാനപ്പെട്ടവർ ആ ഒരു ഈ മുന്തിരി തോട്ടത്തേക്ക് മണ്ടി. അങ്ങനെ ഈ മുന്തിരി തോട്ടത്തിൽ വന്ന സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ടവർ ആ ഒരു മുന്തിരി തോട്ടത്തിൽ നിന്നുള്ള ഒരു മുന്തിരി കൊടുക്കുറുണ്ട്, അതെല്ലാം ഈത്തബല കൊടുക്കുന്നുണ്ട്. അങ്ങനെ അഭിപ്രായമുണ്ട്. ഏതെല്ലാം എടുത്തു കൊടുത്ത സന്ദർഭത്തിൽ ഈ വന്ന ആള്, അതായത് ബഹുമാനപ്പെട്ട ഈ ഇബ്രാഹിം ചുണ്ടെങ്കിൽ സൂഫി വരിയനായ ആള് ഒരു തന്റെ ചീലളിക്കറെങ്കിൽ ഒരു റൊട്ടി എടുത്തിട്ട് ആറ് കൊടുക്കറ് ബഹുമാനപ്പെട്ട ഖാജറുടെ ബായിക്ക് വെച്ച് കൊടുക്കുന്നതാണ്. അപ്പൊ നേരത്തെ ചെന്നപ്പോൾ ഇതാണ് ഈ ഒരു അജ്മീർക്ക് പോകണമെങ്കിൽ മെയിൻ ഗേറ്റാണ് ഈ ഒരു ഗേറ്റ് ചൊല്ലത്. ഇത് അക്ബർ ചക്രവർത്തിയാണ് കിട്ടുവാട്ടി കൊടുത്തതുകൊണ്ടാണ് ചൊല്ലത്. അപ്പൊ ഏതായാലും ചരിത്രത്തിൽ മണ്ടേണ്ട കണ്ടെങ്കിൽ ബഹുമാനപ്പെട്ടവർ ഈ ഒരു എന്തൊരു ചൊല്ലേ ഈ ഒരു റൊട്ടി ബായി ബേക്കലോട് കൂടി ബഹുമാനപ്പെട്ടവർക്ക് അള്ളാഹുടെ ചിന്തയാണ് പിന്നീട് വന്നത്. അതൊക്കെ എങ്ങനെ അള്ളാഹുടെ ആ ഒരു ഇതിക്ക് എത്തണമുണ്ട് എന്നുള്ള ചിന്തയിലൂടെ ഈ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ടവർ ഇൽമ പഠിക്കുക. അതായത് ഈ വന്ന ഫക്കീർ ചൊല്ലു നീ എന്താക്കണം, ഇൽമാണ് ആദ്യമായിട്ട് നീ പഠിക്കേണ്ടത്. അപ്പോൾ ഇൽമ പഠിച്ചില്ല കണ്ടെങ്കിൽ പല രീതിയിലുള്ള വിശ്വാസവും കാര്യവും ഉണ്ടാവും. അപ്പോൾ ബഹുമാനപ്പെട്ടവർ ആ ഒരു ആസുങ്കൽ, അതായത് ആ ഒരു കല്ലും അതേപോലെ ആ ഒരു എന്തൊരു ചൊല്ലി ഈത്തബലത്തെ തോട്ടം മുന്തിരി തോട്ടം എന്താക്കുന്നതാണ് വിത്തിട്ട് ആ ഒരു പൈസത്തെ സ്വതക്കം കൊടുത്തിട്ട് നേരെ ഇൽമ പഠിക്കുകയായിട്ടാണ് പോണ്ടത്. അങ്ങനെ ഇൽമു പഠിക്കുകയായിട്ട് ആദ്യമായിട്ട് ഇവിടെ ബുഖാറ ആ ഒരു ഭാഗത്ത് പോണ്ടത്. അങ്ങനെ അവിടെ ആദ്യമായിട്ട് ബഹുമാനപ്പെട്ടവർ പോണ്ടത് ബുർഹാനുദ്ദീൻ ചൊല്ലിയ ഒരു ആലമുട്ടത്തിലാണ് പോണ്ടത്. അയലമുട്ട പോയ സന്ദർഭത്തിൽ അയാൾ നേരെ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഹാറൂനി തങ്ങളുടെ തങ്ങളുടെ മുട്ടത്താണ് കടത്തത്. അങ്ങനെ ഉസ്മാൻ ഹാറൂനി തങ്ങളെ ആ ഒരു കീഴിലായിട്ട് ബഹുമാനപ്പെട്ടവർ ജീവിക്കുന്നതാണ്. അതായത് അവിടെയാണ് ഇൽമും കാര്യം പഠിക്കുന്നത്. അങ്ങനെ ഇൽമു പഠിച്ചുകൊണ്ട് ഏകദേശം 20 വർഷത്തോളാണ് ബഹുമാനപ്പെട്ടവർ ഉസ്മാൻ ഹാറൂനി തങ്ങളുടെ കീഴിൽ പഠിക്കുന്നത്. അങ്ങനെ ഈ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഹാറൂനി തങ്ങളുടെ പഠിക്കുന്ന സന്ദർഭത്തിൽ ബാക്കിയുള്ള മുത്തഅല്ലിമീങ്ങളായ ആൾക്കാർ അങ്ങനെ ഇടയിൽ ഒരു ചർച്ച ഉണ്ട്. അതായത് ഞങ്ങളുടെ ഉസ്താദ്, അതായത് ഉസ്മാൻ ഹാറൂനി തങ്ങൾ നല്ല ഒരു കിതാബ് ഗൊന്തുള്ള ആളാണ്, നല്ല രീതിയിൽ ക്ലാസ് എടുത്തേണ്ട ആളാണ്. പക്ഷെ ഞങ്ങൾ തർബിയത്ത് ആക്കില്ല എന്നുള്ള ഒരു ചർച്ച ഞങ്ങളെതിരെ പറയുകയും അതിൽ ഇന്നത്തെ എല്ലാ ശിഷ്യന്മാരിൽ വേറെ പുതിയ ഉസ്താദന്മാരെ തേടിയിട്ടാണ് പോണ്ടത്. ആ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട അജ്മീർ ഖാജ അജ്മീർ ഖാജ മാത്രം ആരമൊട്ടേക്കടി ഉസ്മാൻ ഹാറൂനി തങ്ങളെ ഒട്ടേക്ക്
അപ്പോൾ ഈ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഹാറൂനി തങ്ങള് ബഹുമാനപ്പെട്ട ഖാജ തങ്ങൾ ഉസ്മാൻ ഹാറൂനി തങ്ങളൊട്ടിಗೆ ಹೋಗಲ ಕಾರಣ ಎಂದರೆ ಚೊಂದಂತ ಕಂಡೆಂಗೆ ഒറന്നാല് ഈ ഉസ്മാൻ ഹാറൂനി തങ്ങൾ ഒരു ശിഷ്യൻ എന്നാണ് വഫാത്തോട് മരിക്കുക. അങ്ങനെ വഫാത്തായ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ടവർ എന്താക്കണം അവർ കബറ് മുട്ട വെച്ച സന്ദർഭത്തിൽ, അതായത് എല്ലാവരും പോയ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട അജ്മീർ ഖോജ മാത്രമാണ് ആ ഒരു കബറിൽ മുട്ട നിൽക്കുന്നത്. അപ്പോൾ ഈ കബറിൽ ഉൾഗെ നടക്കണമെങ്കിൽ കാഴ്ച ആറ് കണ്ട് ബഹുമാനപ്പെട്ട ഖാജ അവർക്ക് കണ്ട്. ഖാജ അവർ ആ ഒരു ഇതിൽ കണ്ടത് എന്തൊരു ചൊന്നുണ്ടെങ്കിൽ ഈ ഉസ്മാൻ ഹാറൂനി തങ്ങൾ കബറിൽ ഇയാൾക്ക് സഹായിക്കുന്ന ഒരു ഇതാണ് ആർക്ക് കണ്ടത്, ബഹുമാനപ്പെട്ട ഖാജ തങ്ങൾ അവർക്ക് കണ്ടത്. അങ്ങനെ ഈ ഉസ്മാൻ ഹാറൂനി തങ്ങള് പിന്നീട് ഈ ഖാജട്ട് ചെന്നപ്പം നിങ്ങൾ എന്താക്കറോ ಬೇರೆ ഉസ്താദിനെ തേടിയിട്ട് പോകണം ചെന്ന സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ഖാജ അവർ ചൊല്ലത് നാണ് ഇവിടെ വന്നത് നിങ്ങളെ പൊരുത്തം കാര്യം കിട്ടുകയായിട്ടാണ്, അതുകൊണ്ട് ഞാൻ എന്താക്കാറ് നിങ്ങളൊട്ടിക്ക് ഇക്കരണ്ടാണ് ചൊല്ലത്. ആ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഹാറൂനി തങ്ങൾ ചൊല്ലു എന്നാൽ നീ എന്താക്കോ ജണ്ടറക്കാത്ത് നിസ്കരിക്കണമെന്ന് ചൊല്ലും. അപ്പോൾ ഖാജ തങ്ങൾ ഒപ്പിടുന്ന നിസ്കരിക്കണം. പക്ഷെ ഒരു നിബന്ധന ഉണ്ടോ, എങ്ങനെ നിബന്ധന ചെന്നെങ്കിൽ ആദ്യം നീ നിസ്കരിക്കുമ്പോൾ ഒന്നാമത്തെ റക്കാത്തിൽ നീ എന്താക്കണം, ഓരോ ഫാത്തിഹും 1000 ഇഖ്ലാസ് സൂറത്തും ഓതണം. അതേപോലെ രണ്ടാമത്തെ റക്കായത്തിൽ എന്താക്കണം 1000 ഫാത്തിഹും ഒരു ഇഖ്ലാസ് സൂറത്തുമാണ് ഓതേണ്ടതുണ്ട്. അങ്ങനെ ബഹുമാനപ്പെട്ട റൂളെടുത്ത് നേരെ നിസ്കാരത്തിൽ നിൽക്കട്. അങ്ങനെ നീ എന്താ നിസ്കരിക്കലാണ്. അപ്പോൾ ഈ ഒരു ഇങ്ങനെ അതായത് ഈ ആദ്യത്തിൽ എന്താ ചെന്നതുപോലെ ആദ്യത്തിൽ ഒരു ഫാത്തിമ 1000 ഇഖ്ലാസ് സൂറത്തും അതേപോലെ രണ്ടാമത്തേൽ 1000 ഫാത്തിഹും ഒരു ഇഖ്ലാസ് സൂറത്തും ഓതിയിട്ട് ആ ഒരു രൂപത്തിൽ ആരെങ്കിലും അജ്മീർ മുട്ട ബന്നെങ്കിൽ അതായത് ദർഗത്ത് മണ്ട് സിയാർത്തങ്ങളെ ഹാസിൽ എന്താവും അല്ലെ അങ്ങനെ അതിൽ എന്താവും ഹാസിലാവുണ്ടാണ്. അപ്പോൾ ഏതായാലും അത് പിന്നീട് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഹാറൂനി തങ്ങളും അതേപോലെ അജ്മീർ ഖോജവും എവിടെ പോകേണ്ടതാണ്, മക്കത്ത് കാണാൻ പോകേണ്ടത്. അങ്ങനെ മക്കത്തിൽ പോയിട്ട് ഉസ്മാൻ ഹാറൂനി തങ്ങൾ എന്താക്കണം ദ്വാരക്കൃതാണ് കാഴ്ബത്തോടെ വെച്ചിട്ട് നിന്റെ ഈ ശിഷ്യനെ നീ എന്താക്കണം സ്വീകരിക്കണം റഹ്മാനെ ചൊന്നിട്ട് ദ്വാരക്കറാണ്. അപ്പോഴാണ് കബറിൽ ഇത് കാഴ്ബത്തിൽ നിന്നിട്ട് എന്താ ശരീരവാണി വേണ്ടി നിന്റെ ശിഷ്യനെ ഞാൻ എന്താക്കിയിരിക്കുന്നു സ്വീകരിച്ചിരിക്കുന്നു ചൊല്ലെങ്കിൽ തോറും ആ ശരീരവാണി വേണ്ടി നിന്റെ ശിഷ്യനെ സ്വീകരിച്ചില്ല ചൊന്നിട്ടു. അങ്ങനെ പിന്നീട് ബഹുമാനപ്പെട്ട അജ്മീർ ഖോജ എന്തൊക്കെ നേരം ഹാറൂനി തങ്ങളുടെ പൊരുത്തം കേട്ടിട്ട് നേരെ എവിടെ പോകേണ്ടതാണ്, മദീനത്ത് പോകേണ്ടതാണ്. അങ്ങനെ മദീനത്ത് എത്തിയ സന്ദർഭത്തിൽ അവിടെ സിയാറത്ത് ആക്കിയിട്ട് ഇക്കുന്ന സന്ദർഭത്തിലാണ് ബഹുമാനപ്പെട്ട ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കിനാവ് കാണുകയും അജ്മീർ ഖോജ കിനാവ് കാണുകയും ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലും നിങ്ങൾ എന്താക്കറോ ഇനി കൂടെ നിൽക്കണ്ട, നിങ്ങൾ നേരെ ഇസ്ലാം പ്രചരണാക്കോ എന്നിട്ട് എവിടേക്ക് പോകണോ ഇന്ത്യത്തേക്ക് പോകണോണ്ടാണ് ചൊല്ലത്. അങ്ങനെ നേരെ എവിടേക്ക് പോകേണ്ടതാണ്, ഇന്ത്യത്തേക്ക് വേണ്ടതാണ്. അത് 40 ശിഷ്യന്മാരും കൂട്ടിയിട്ട് എവിടെ വേണ്ട ഈ ഇന്ത്യത്തേക്ക് വേണ്ട. അങ്ങനെ ബഗ്ദാദ് അഫ്ഗാനിസ്ഥാൻ ഇങ്ങനെ ആയിട്ട് ലാഹോർ ആയിട്ടാണ് ഇവിടെയൊക്കെ വേണ്ടത്. ഡൽഹിക്ക് എത്തിയിട്ട് പിന്നീടാണ് ഇവിടെ ജയ്പൂറായ അജ്മീർക്ക് എത്തരുത്. അങ്ങനെ ഡൽഹിയിൽ കുത്തുബുദ്ദീൻ ബഖ്തിയാർ ഖാഖി റളിയല്ലാഹു അൻഹു അവിടെ നിപ്പാട്ടി നേരെ അജ്മീർക്ക് വേണം. അങ്ങനെ അജ്മീറിൽ വന്ന സന്ദർഭത്തിൽ ആദ്യമായിട്ട് വന്നിട്ട് എത്തരുത് ഒരു ഇവിടെ ഉള്ളെങ്കിൽ പൃഥ്വിരാജ് ചൗഹാന് അവിടെ എന്താ പറയുക വൺ ടൈം കാര്യം ദീപ്പാട്ടിറങ്ങിയത് ഒരു ജാഗികാണ് വന്നിട്ട് എത്തരുത്. അങ്ങനെ അവിടെ എത്തിയ സന്ദർഭത്തിൽ അവിടെ സൈനികന്മാർ വന്നിട്ട് ചെന്നാറ് ഇവിടെ എന്താണ് രാജാവ് വൺ ടൈം ദീക്കൊരു ജാഗയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്താക്കണ്ട ഇവിടെ ദീക്കോ തെരുവൂടെ നിങ്ങൾ അഞ്ചിട്ട് പോകണോട്ടാണ് ചൊല്ലുക. അപ്പൊ ഹോജുള്ള ഞങ്ങൾ ഒരു മുസാഫിറായ ആൾക്കറിയാത്ര ഞങ്ങളുടെ തെളിനാറ് കഴിഞ്ഞിട്ട് പോകണ്ട തെള റെസ്റ്റ് പോയിട്ടാണ് ഉദ്ദേശിച്ചത്. അപ്പൊ അങ്ങനെ കുറെ ഉപദ്രാക്കിയത് കൊണ്ടിട്ട് ബഹുമാനപ്പെട്ട അജ്മീർ ഖാജ ചൊന്തു എന്നാൽ നിങ്ങളെ വൺ ടൈം കുതിര എന്താക്കുക ഇവിടെ ദീക്കട്ട് ഞങ്ങൾ ഇവിടെ എന്താക്കുക പോണ്ട നിങ്ങൾ ഇവിടെ ഉടമ ദീക്കട്ടുണ്ടാന്ന് ചൊല്ലുന്നത്. അങ്ങനെ അങ്ങ് ബഹുമാന ഖാജ അവരെ എണിച്ചിട്ട് പിന്നെ നേരെ വേണ്ടത് ഈ പോണ്ടെങ്കിൽ ഈ ഒരു ചില്ല ഞങ്ങിപ്പോൾ ചില്ലയുടെ അവരുടെ ഭാഗത്തേക്ക് എത്തിയതാണ് ഇവിടെ എത്തിയതാണ്. ഇനി ഈ ഒരു സ്റ്റെപ്പ് പറ്റിയെങ്കിൽ അവർ ചില്ല കിട്ടുന്നത് ഈ ഒരു ചില്ലയുടെ ഭാഗത്തേക്കാണ് പിന്നീട് വന്നിട്ട് ദീക്കരുത്. അപ്പൊ വിത്യാണ്ട് ഈ സൈനികന്മാർ വന്ന സന്ദർഭത്തിൽ ഇങ്ങനെ വൺടയുടെ എന്താ എണിപ്പാട്ടം നോക്കും വൺട്ട എന്താവില്ല എനിക്കില്ല. അതേപോലെ അങ്ങനെ കുതിരം എന്തും എനിക്കില്ല. അങ്ങനെ നേരെ രാജാവട്ടെ വന്ന് ചെന്ന സന്ദർഭത്തിൽ രാജാവ് ചൊന്തു എന്താണ് പ്രശ്നം എന്താ. അപ്പൊ ചൊന്തു ഒരു ഫക്കീറാണ് ബണ്ടത്, ഫക്കീർ എന്താ അതിൽ എണിപ്പാട്ടിട്ടാണ് ഞങ്ങളുടെ ഇതാക്കിയതെന്ന് ചൊല്ലും. ആ സന്ദർഭത്തിൽ രാജാവ് ചൊല്ല നിങ്ങൾ എന്താ അയാളുടെ പൊരുത്തം കേൾക്കോറും. അങ്ങനെ ആ സൈനികന്മാർ വന്നിട്ട് എന്തെങ്കിലും പൊരുത്തം കേൾക്കാറ്. അങ്ങനെ പൊരുത്തം കേട്ട് വന്ന സന്ദർഭത്തിൽ അജ്മീർ ഖാജുള്ള എന്നാലും നിങ്ങൾ എന്താക്കോറും പോറ അതെന്താക്കും എഞ്ചിട്ടിക്കും ചൊല്ലും. അങ്ങനെ പോവലോട് കൂടി എന്തായത് ആ ഒരു വൺട്ടെ അത് ഇതെല്ലാം അവിടെ എന്താക്കിയിട്ട് എഞ്ചിട്ട് പോയിട്ടുണ്ടാണ് ചരിത്രം ചൊല്ലത് എല്ലാം എഞ്ചിത്തവിടെ. അങ്ങനെ പിന്നീട് ഈ ഒരു സന്ദർഭം കഴിഞ്ഞാൽ പിന്നെ ഈ പൃഥ്വിരാജ് ചൗഹാനൊക്കെ എന്തായാലും മനസ്സിലത്ര ഒരു സമാധാനം ഉണ്ടായില്ല. അങ്ങനെ എങ്ങനെയെങ്കിലും ഈ ഒരു ഹാജരെയും അതേപോലെ ശിഷ്യന്മാരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ട്രൈ ആക്കിയാൽ ഈ സന്ദർഭത്തിലാണ് ഒരു ആള് എന്താക്കരെ ഈ ഒരു രാജാവ് എന്താക്കുക ഒരു ആളിലെ കടത്തരെ
ശാന്തി ദേവിച്ചുള്ളവർ അല്ലക്കടുത്തവർ മന്ത്രവാദി അയാൾ നേരെ വന്നിട്ട് അജ്മീർ ഖോജർ കാണലോട് കൂടിയിട്ട് എന്ത് മനസ്സ് മാറിയിട്ട് അജ്മീർ ഖോജറ്റ് എന്താക്കുന്ന ഇസ്ലാം മതം സ്വീകരിച്ചുള്ളൂ. അങ്ങനെ ബഹുമാനപ്പെട്ടവർ എന്താക്കുക ഇസ്ലാം മതം സ്വീകരിച്ചത് സാദിച്ചുള്ള പേരാണ് പിന്നീട് കിട്ടുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് വലിയൊരു സ്റ്റോറി ഉണ്ട്, അത് പണ്ട് വീഡിയോയിൽ ഞാൻ ചൊല്ലാം. അതിൽ പിന്നെ ഈ ഒരു വിഷയഗൊന്തയങ്കത്തെ രാജാവ് എന്താക്കുകയാണ് പിന്നെ ഒരുത്തരെ കടത്തരാണ്. അവന്റെ പേരാണ് അജബാലൻ മഹായോഗി ചൊല്ലെങ്കിൽ ഒരാളെ കടത്തരാണ്, അതും വലിയ മന്ത്രവാദിയാണ്. അങ്ങനെ ഈ മനുഷ്യൻ വന്നിട്ട് എന്താക്കണം ഹബീബൻ ബഹുമാനപ്പെട്ട ഖാജ വർഗൾ ഈ ഒരു ജാഗല ദയിക്കുന്ന സന്ദർഭത്തിൽ ഇവിടെ 40 ശിഷ്യന്മാരും ഖാജ ഇക്കുന്ന സന്ദർഭത്തിൽ ഈ മനുഷ്യൻ വന്നിട്ട് എന്താക്കുന്നതാണ് ഫസ്റ്റ് ആയിട്ട് എന്താ പാമ്പ് വിട്ടു കൊടുക്കുന്നതാണ്. ഈ പാമ്പ് അത് മന്ത്രവാദിയിൽ പാമ്പ് വിട്ടുന്നതാണ്. അപ്പൊ ഈ പറമ്പ് ബഹുമാനപ്പെട്ട ഖാജ എന്ത് വലിയൊരു റൗണ്ട് ഉള്ള ഒരു ഗര പറിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ 40 ശിഷ്യന്മാരും അജ്മീർ ഖാജ നിൽക്കുക. അപ്പോൾ ഫസ്റ്റ് പാമ്പ് പണ്ട് പാമ്പ് ആ ഗര മുട്ട വന്നിട്ട് ചാവിടും. അതേപോലെ പിന്നെ കല്ലുടെ മല ഇട്ട് ആ മല പുറപ്പെട്ടു അതിലും എന്ത് ഉപകാരമല്ല. പിന്നെ തീ തുപ്പുറ അത് ഒരു ഉപകാരമല്ല. അങ്ങനെ ലാസ്റ്റ് ബഹുമാനപ്പെട്ട ഉപദ്രാക്കോബേനായിട്ട് മേൽ പറന്നു പണ്ട സന്ദർഭത്തിലാണ് ബഹുമാനപ്പെട്ട ഖാജർ 2 ചെറുപ്പ് പോയിട്ട് എന്താക്കുന്നതാണ് ഈ ഒരു അജയദേവൻ മഹാഗോപാൽ അടിച്ചിട്ട് കീഴിടുന്നതാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട ഈ ഒരു ചെറുപ്പ് ഇത്ര ബഹുമാനം കൊണ്ടും ഗൊന്തായാൽ പിന്നെ ബഹുമാനപ്പെട്ടവരെ അജ്മീർ ഖാജർ മുട്ട വന്നിട്ട് ഇസ്ലാം സ്വീകരിക്കുകയും അങ്ങനെ അബ്ദുള്ള ചൊല്ലൊരു പേര് കിട്ടുകയാണ്. അപ്പോൾ ഇതെല്ലാം സംഭവം നടന്നത് ഈ ഒരു ജാഗിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ ജാഗിലാണ് ബഹുമാനപ്പെട്ടവർ എന്തായി 40 വർഷത്തോളം ഈ ഒരു ജാഗിൽ വെച്ചിട്ടാണ് അള്ളാഹു ഗുബേനായിട്ട് ഇബാദത്ത് എടുത്തെങ്കിൽ ജാഗയാണ്. ഇതാണ് ചില്ല. ഈ ഒരു ഭാഗത്തിലാണ് ഈ ഒരു ഗുഹർ ഉൾഗലാണ് ബഹുമാനപ്പെട്ടവർ എന്താക്കിയത് 40 വർഷത്തോളം ജീവിച്ചതും അള്ളാഹുബേനായിട്ട് ഇബാദത്ത് എടുത്തതുമെല്ലാം ഈ ഒരു ജാഗിലാണ്. പിന്നീടാണ് ഇപ്പൊ കണ്ട ദർഗത്ത് ആ ഒരു ഭാഗത്ത് പോയത്. അപ്പോൾ ഇവിടെ നിസ്കരിച്ചു. അപ്പോൾ ഇതിൽ ഉൾഗച്ചുള്ളത് ഭയങ്കര കൂലായ ഒരു ജാഗയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തിലാണ് ഇങ്ങനത്തെ സംഭവമൊക്കെ എന്തായത് നടന്നത്. ഇത് മുന്നിലെടുത്തൊരു വീഡിയോ ആണ്, അങ്ങനെ അതൊരു ഭാഗമാണ്. അപ്പോൾ ഈ ഒരു ജാഗയിൽ വെച്ചിട്ട് അള്ളാഹുക്ക് ഒരുപാട് ഇബാദത്ത് എടുക്കും. പിന്നീട് അജ്മീറിലുള്ളെങ്കിൽ ഈ ദർഗ കാണണമെങ്കിൽ ആ ഒരു ഭാഗത്തേക്ക് എന്തതാണ് പോയതാണ്. അപ്പോൾ ഈ എതിർത്തുള്ള ഈ ചില്ലയുടെ ഭാഗം നിങ്ങൾ നോക്കിയിരുന്നാ വിചാരിക്കുക. അപ്പോൾ അതിൽ നിന്നൊരു 10-12 കണ്ടെങ്കിൽ ഏറ്റവും വലിയ ബഹുമാനപ്പെട്ട അജ്മീർ ഖാജർ ഏറ്റവും വലിയ ഒരു കറാമത്ത് നടന്നെങ്കിൽ ഒരു ജാഗയാണ് പിന്നീട് നമുക്ക് കാണുക പോകേണ്ടത്. അതായത് നിങ്ങൾ ഗൊന്തിക്കു അജ്മീറിലുള്ളെങ്കിൽ ഏറ്റവും വലിയ ഒരു ഇതാണ് അനാസാഗർ ചുള്ളത്. ആ ഒരു അനാസാഗർ ഈ ഒരു ഭാഗത്തോട് പോയി നിങ്ങൾക്ക് എന്താവും അതൊരു ഫുള്ളായിട്ടുള്ള വ്യൂ നിങ്ങൾക്ക് എന്താവും കാണാൻ സാധ്യതയുണ്ടോ. ഏതായാലും അതിലുള്ള വിശദീകരണം ഞാൻ എന്താക്കുക ഇൻഷാല്ലാ പണ്ട് വീഡിയോയിൽ അനാസാഗർ ഫുള്ള് ഡീറ്റെയിൽസ് തണ്ട. അപ്പോൾ ഈ കണ്ടതാണ് എന്ത് അനാസാഗർ. അപ്പൊ നേരെ ചൊന്നതുപോലെ രണ്ടാമത് വന്ന ആള് അതായത് അജയ്പാലൻ മഹായോഗി ചൊന്നില്ല, അത് പിന്നീട് ഇസ്ലാം സ്വീകരിച്ച അബ്ദുള്ള ബൈബാനിട്ടാണ് അവിടെ തന്നെ. അപ്പോൾ ബഹുമാനപ്പെട്ടവർ എന്താകണം ബഹുമാന അജ്മീർ ഖാജർ ചൊല്ലു നക്കി നിങ്ങൾ എന്താക്കണം വലിയൊരു സ്ഥാനം തരണം. അതായത് ഈ രാജാവരോട്ട് വലിയൊരു സ്ഥാനം നക്കിണ്ടാണ് ചൊല്ലത്. അപ്പോഴാണ് ബഹുമാന അജ്മീർ ഖാജ ഈ അബ്ദുള്ള ചൊല്ല ആൾക്ക് അറിയുള്ളവന്ന് തല കൈവച്ചിട്ട് നന്റെ പിരിച്ച് ആഗ്രഹിച്ച ബണ്ടെങ്കിൽ ആൾക്കാർക്ക് ക്യാമത്ത് നാളുകൾ നീ സഹായിക്കൊണ്ടാണ് ചൊല്ലത്. അപ്പൊ ഈ അബ്ദുള്ള ചൊല്ലാൽ ഇപ്പം ജീവിച്ചിട്ടുണ്ട്, അജ്മീറിലെ ഭാഗത്തിൽ ജീവിച്ചിട്ടുണ്ടുകൊണ്ടാണ് ചരിത്രകാരന്മാർ എന്താക്കുന്നത് ചൊല്ലത്. അപ്പൊ ഇത്രയായിട്ട് ഇണ്ടത്തൊരു ചരിത്രം ചൊല്ലത് ഞങ്ങൾ ഉസ്താദർ കൂടി ചെറിയൊരു കുശല ആക്കിയതാണ്. മുണ്ടിയുണ്ടെങ്കിൽ ഇതാണ് ഇവിടെ വീഡിയോ കണ്ടിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ബണ്ടിയ നാളിൽ അനാസാഗറെ കുറിച്ചിട്ടുള്ള വലിയ ഒരു കറാമത്ത് നടന്നതും അതുപോലെ അതിലുള്ള ചരിത്രം ഫുള്ളായിട്ട് ബണ്ട് വീഡിയോയിൽ ഞാൻ ചൊല്ലാം. അപ്പോൾ അത്രത്തോളം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.